Yo guys, welcome back to another brand new video. So നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ഒരു വീക്ക്ലി അനാലിസിസ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീക്കിലേക്ക് എങ്ങനെയായിരിക്കും ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യുക, അതുപോലെ അടുത്തൊരു മേജർ ലെവൽസും കാര്യങ്ങളൊക്കെ ഏതെല്ലാം എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യാം. സോ നിഫ്റ്റിയിൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം. സോ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് ഓൾറെഡി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു, നമ്മുടെ ഒരു ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന വീക്ക്ലി ക്യാൻഡിലിന്റെ അല്ലെങ്കിൽ വീക്ക്ലി ഹൈന്റെ മേലെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്, ഇവിടെ കാണാൻ കഴിയും. പ്രീവിയസ് വീക്കിന്റെ ഹൈന്റെ മേലെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടുന്ന് ബ്ലൈൻഡ് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ കഴിയില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി ഉള്ളത് ഒരു പ്രീമിയം ലെവലിലാണ്. അതുപോലെ ഇവിടെ ഷോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് പുൾ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് ഏരിയാസ് ആണ് നമുക്ക് ഡിമാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുക. ഇവിടെ ലോസ്റ്റ് മാർക്കറ്റ് മേലോട്ടേക്ക് ബ്രേക്ക് ചെയ്ത സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡെയിലി ഡിമാൻഡ്. ഓക്കെ, ആ ഡിമാൻഡ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. സോ ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പുൾ ബാക്ക് കൺഫർമേഷൻസ് നമുക്കറിയാം. കറന്റ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് 4 hourൽ അപ് ട്രെൻഡിലാണ്. ആ 4 hour അപ് ട്രെൻഡ് ഇപ്പൊ മാർക്കറ്റ് പോകുന്ന ഈ ഒരു ട്രെൻഡ് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാം, ഈ ഒരു ഡിമാൻഡ് എത്തുന്ന വരെയുള്ള ഒരു ഷോർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ പ്രകാരം നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ ജമ്പ് ഇൻ ചെയ്ത് ട്രേഡ് ചെയ്യാതിരിക്കണോ നല്ലത്. എപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻസിന് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. സോ ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു വീക്കോ അല്ലെങ്കിൽ 2 വീക്കോ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അതാണ് നമ്മളിപ്പോഴും പറയുന്നത്, എല്ലാ ട്രേഡിംഗ് ഡേയ്സും നമുക്ക് അനുകൂലമായിട്ടുള്ള ഡേയ്സ് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ സ്ട്രാറ്റജി പ്രകാരമുള്ള സെറ്റപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതും പാർട്ട് ഓഫ് ട്രേഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് നിഫ്റ്റി നോക്കാം. സോ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്തും ബാങ്ക് നിഫ്റ്റി വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീക്ക്ലി ക്യാൻഡിൽ പ്രീവിയസ് ഓൾ ടൈം ഹൈന്റെ മേലെ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമും അതുപോലെ വീക്ക്ലി ടൈം ഫ്രെയിമും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ലോങ്സ് നോക്കാം. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ലോങ്സ് ഫോം ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 hourൽ മാർക്കറ്റ് കറന്റ് അപ് ട്രെൻഡിലാണ്. ഓക്കെ, അപ്പോൾ ആ അപ് ട്രെൻഡ് ഇവിടുന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രൈസ് ഇങ്ങോട്ടേക്കുള്ള പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, സംവെയർ ഇവിടെ നിന്നൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് പ്രീമിയം ഏരിയസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിമാൻഡ് വരെയുള്ള ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി രണ്ടിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് ഒരു ട്രേഡബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല മാർക്കറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, അടുത്തൊരു പ്രോപ്പർ സെറ്റപ്സ് ഫോം ചെയ്യുന്നത് വരെ എന്ത് ചെയ്യാം, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.